ട്രാവൽ ആൻഡ് കുക്കിംഗ് വിത്ത് JP എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോഷി പോത്തിങ്കൽ. ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുളിയുള്ള പച്ചമുന്തിരി കൊണ്ടുണ്ടാക്കിയ ഒരു അച്ചാറാണ്. പിന്നെ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതുവരെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മുന്തിരിങ്ങ അച്ചാർ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. 600 ഗ്രാം അല്ലെങ്കിൽ 21 ഔൺസ് പുളിയുള്ള കുരുകളഞ്ഞ പച്ചമുന്തിരി, 150 ഗ്രാം ഇഞ്ചി 1 ഇഞ്ച് നീളമുള്ള ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചത്, 150 ഗ്രാം വെളുത്തുള്ളി 1 ഇഞ്ച് നീളമുള്ള ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചത്, 50 ഗ്രാം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ വിനാഗിരി, 1 ടേബിൾ സ്പൂൺ കായപ്പൊടി, 150 ഗ്രാം എണ്ണ. ഞാനിവിടെ കനോല ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലോ വെജിറ്റബിൾ ഓയിലോ നല്ലെണ്ണയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. 3 ടീസ്പൂൺ ഉപ്പ്, 3 തണ്ട് കറിവേപ്പില. ആ കറിവേപ്പില ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ 150 ഗ്രാം അല്ലെങ്കിൽ 5 ഔൺസ് എണ്ണയിൽ നിന്നും 100 ഗ്രാം അല്ലെങ്കിൽ 3.5 ഔൺസ് എണ്ണ അതിലേക്ക് ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ച കടുക് അതിലേക്ക് ഇടുക. എന്നിട്ട് കടുക് പൊട്ടുമ്പോൾ തെറിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് മൂടി വയ്ക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ മൂട തുറന്ന് വെക്കുക. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലാണെന്ന് ഉറപ്പ് വരുത്തി നമ്മൾ ആ ഉലുവ അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒരു 30 സെക്കൻഡ് വെച്ച് ആ ഉലുവ ഒന്ന് മൂക്കാൻ വേണ്ടി വയ്ക്കുക. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഏകദേശം ഒരു 30 സെക്കൻഡ് ആയി കഴിയുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ ആ വെളുത്തുള്ളിയും അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒരു 5 മിനിറ്റ് മൂപ്പിക്കണം. ഒരു ചെറിയ ബ്രൗൺ കളർ ആയാൽ മതി, ഒത്തിരി മൂപ്പിക്കരുത്. നേരത്തെ പറഞ്ഞതുപോലെ ഓവൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. അതുപോലെ ഈവനായിട്ട് മൂത്ത് വരുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഏകദേശം ഓരോ മിനിറ്റിലും. ഇപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കഴിഞ്ഞിട്ട് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞു. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 50 ഗ്രാം അല്ലെങ്കിൽ 1.5 ഔൺസ് പച്ചമുളക് ചേർക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒരു 3 മിനിറ്റോളം ആ മുളക് ഒന്ന് മൂപ്പിക്കുക. ഇപ്പോൾ ആ മുളക് ഇട്ടിട്ട് ഒരു 2 മിനിറ്റായി. അപ്പം മുളക് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആ കറിവേപ്പില ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി ഒരു 1 മിനിറ്റ് വെക്കുക. ആ കറിവേപ്പില ചെറുതായിട്ടൊന്ന് മൂക്കാൻ വേണ്ടിയിട്ട്. കറിവേപ്പില ചേർത്ത് കഴിഞ്ഞ് ഏകദേശം 1 മിനിറ്റ് ആകുമ്പോൾ ഇതിലേക്ക് ആ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഇളക്കി 1 മിനിറ്റ് ആ മസാലയൊക്കെ ഒന്ന് മൂപ്പിക്കാൻ വേണ്ടി വയ്ക്കുക. ഇപ്പോൾ ആ പൊടികൾ ചേർത്ത് 1 മിനിറ്റ് മൂപ്പിച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് ആ 1 ടേബിൾ സ്പൂൺ കായപ്പൊടി ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ഏകദേശം 1 മിനിറ്റ് ഒന്ന് മൂപ്പിക്കുക. ഇപ്പോൾ ആ കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് 1 മിനിറ്റായി. ഇനി നമുക്കിതിലേക്ക് ആ എടുത്തു വച്ചിരിക്കുന്ന 3 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിതിലേക്ക് ആ മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് അല്പം പോലും വെള്ളം ചേർക്കുന്നില്ല. അപ്പോഴിതൊരിക്കലും പൂക്കാതെ ഇരിക്കും. പുറത്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല ഉണ്ടാക്കി കഴിയുമ്പോൾ.
ഇങ്ങനെ നമ്മൾ ഈ മുന്തിരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. ആ മുന്തിരി ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾ ബാക്കിയിരിക്കുന്ന എണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വീണ്ടും ഇളക്കി മിക്സ് ചെയ്യുക. ഇപ്പോൾ ആ ബാക്കിയിരിക്കുന്ന എണ്ണയും കൂടെ ഒഴിച്ച് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് മൂട തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അടി പിടിക്കാതിരിക്കാൻ. ഇപ്പോൾ നമ്മൾ ആ മുന്തിരി ആഡ് ചെയ്തിട്ട് ഏകദേശം 5 മിനിറ്റായി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂട തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്തായിരുന്നു. ഇനി മൂട തുറന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വേവിക്കുക. വെള്ളത്തിൻ്റെ അംശം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്, ഒരിക്കലും പൂക്കാതെ ഇരിക്കും. പിന്നെ ആ വെള്ളം കുറച്ചുകൂടെ ഇതിനകത്ത് ആ മുന്തിരിയുടെ വെള്ളം കുറച്ചുകൂടെ ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേനും അത് ഇച്ചിരി കുറുകുകയും ചെയ്യും അച്ചാർ. ഇപ്പോൾ ആ മൂടി തുറന്ന് വെച്ച് നമ്മൾ ഏകദേശം ഒരു 3 മിനിറ്റ് വേവിച്ചു. ഇനി സ്റ്റൗ ഓഫാക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വിനാഗിരി ഇതിലേക്ക് ആഡ് ചെയ്യുക. ആ വിനേഗർ ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കുക. ആ വിനേഗർ ഒഴിച്ച് ഇളക്കി ചൂടാറിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ മുന്തിരി അച്ചാർ റെഡിയായി. അച്ചാറായതുകൊണ്ട് ഒരു 2 ആഴ്ചയെങ്കിലും കഴിഞ്ഞ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ അല്പ ദിവസം ഇരിക്കുമ്പോൾ അച്ചാറിന് ടേസ്റ്റ് കൂടും. ഇനി ഇത് അല്പം പോലും നനവില്ലാത്ത ഒരു പാത്രത്തിലാക്കി അടച്ചു വയ്ക്കണം. അച്ചാർ എടുക്കുമ്പോൾ നനവില്ലാത്ത സ്പൂൺ കൊണ്ട് വേണം എപ്പോഴും എടുക്കാൻ. അവസരം കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.